എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രിപ്ഷൻ എല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു പാരൻസ് എല്ലാവരും പേടിച്ചിരിക്കുന്നൊരു കാര്യമാണ്. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ, അതുപോലെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ്, ഇതിനെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന കാണാം. കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് വിശ്വസിച്ച് ഫോൺ ഏൽപ്പിക്കാൻ പറ്റുന്നില്ല, ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്നില്ല, പക്ഷേ അവർക്കെല്ലാം പഠിക്കേണ്ടത് ഫോണിൽ കൂടിയാണ്, ഓൺലൈനിൽ കൂടിയാണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അതേക്കുറിച്ച് ഓർത്ത് കൺസേൺ ആണ്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് ആണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സബ്സ്ക്രിപ്ഷൻ ഏത് പ്രായക്കാരാണ് കൂടുതൽ എടുക്കുന്നത്, ഏത് പ്രായക്കാരാണ് അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ കാണേണ്ടതും നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതും പാരൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. എനിക്കൊന്ന് എൻ്റെ വീഡിയോ ഒരുപാട് അമ്മമാർ കാണുന്നുണ്ട്, ഒരുപാട് അച്ഛന്മാർ കാണുന്നുണ്ട്. അവരുടെ എല്ലാം കൺസേൺ ഞാൻ കമൻറ്റ് ബോക്സ് കാണാറുണ്ട്, കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന ഒറ്റ കാര്യത്തിലാണ്. എന്നാൽ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, മെമ്പർഷിപ്പ് ലൈവുകളായിക്കോട്ടെ, ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് തലത്തിൽ തന്നെ തീരുമാനം എടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ, അതായത് മെറ്റയ്ക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിക്വസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ മെറ്റ പ്രവർത്തിക്കണമെങ്കിൽ ഇവിടുത്തെ ഗൈഡ് ലൈൻ അനുസരിച്ച് ചെയ്യാവൂ എന്നൊരു കണ്ടീഷൻ കൊണ്ടുവന്നാൽ മാത്രമേ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനിലായിക്കോട്ടെ, മെമ്പർഷിപ്പ് ലൈവുകളിലായിക്കോട്ടെ, ഇത്തരം വൾഗാരിറ്റി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നവരെ നിലക്ക് നിർത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ കുറച്ച് പേര് ഈ പറയുന്ന കംപ്ലയിൻറ്റ് കൊടുത്തതുകൊണ്ടോ സൈബർ സെല്ലിൽ പോയിട്ടോ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കെന്തായാലും ഈ ഒരു വിഷയം സംസാരിക്കുന്നതിന് മുൻപ് നമുക്കൊരു വീഡിയോ കാണാം. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിയാൽ ഒരുപാട് പേർക്ക് അത് മനസ്സിലാവും, എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യം മനസ്സിലാവും. ഒരു സാർ, അദ്ദേഹത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല, അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, കുട്ടികൾ ഇതിലേക്ക് അഡിക്റ്റഡ് ആവുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതിലൊക്കെ വന്നിരുന്ന പേയ്മെന്റ് വിട്ട് കണ്ടിട്ടായിരിക്കും, കാണാൻ വേണ്ടി വലിയൊന്നും ഇല്ലടോ, ഞാനിങ്ങനെ പുറത്തുമ്പോൾ ഈ ക്ലീവേജ് കാണിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയുള്ള അതിനകത്തും അതൊക്കെ വന്നിരുന്ന് കണ്ടിട്ട് ഇപ്പോഴത്തെ വന്നിട്ട് എന്നെ തെറിയും വിളിക്കും. ഇയാൾ അറിയാലോ അല്ലേ, ശ്രീലക്ഷ്മിയും സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ്, അല്ലെങ്കിൽ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് അവരുടെ പ്രൈവസിയാണ്, അവരുടെ പ്രൈവസിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെ പറയാമെങ്കിലും ഇതിലേക്ക് കുട്ടികൾ എങ്ങനെയാണ് അട്രാക്റ്റഡ് ആവുന്നത്? ഇവർ ഈ സബ്സ്ക്രിപ്ഷനിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നോർമൽ പ്രൊഫൈലിൽ അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഓൺ പ്രൊഫൈലുകളിൽ ചില വീഡിയോസും ചില ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ബാക്കി കാണണമെങ്കിൽ നിങ്ങൾ അവിടെ വരൂ എന്ന് ഒരു ഹിൻഡും കൊടുക്കും. അങ്ങനെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടേക്ക് എത്തുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ. പകൽമാന്യമായ ആൾക്കാരാണ്. രാത്രി ഇരുട്ടത്ത് പോവുകയും ചെയ്യും, പകലത്തവരെ കളിയാക്കുകയും ചെയ്യും, ആക്ഷേപിക്കുകയും ചെയ്യും. പക്ഷെ അത് കാണുന്നത് കൂടുതൽ കുട്ടികളാണെങ്കിലോ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ചർച്ചയായ സബ്സ്ക്രിപ്ഷൻ, ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ നേടിയ മലയാളി പെൺകുട്ടി പർപ്പിൾ ചേച്ചി കാര്യം, ഇതല്ലാതെ ഒരുപാട് നമ്മൾ അറിയാത്ത പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ നേരത്തെ ചെയ്തു വെച്ച കാര്യമാണ്. ഇങ്ങനെ മേനി പ്രദർശനങ്ങളും അല്ലാതെ എന്തും ആയിക്കോട്ടെ, എന്തിനും പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയാണല്ലോ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പിതാവിൻ്റെ അടുത്തേക്ക് വരുവാണ്, ഇങ്ങനെ സംഭവം അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എടോ കണ്ടു, അതൊക്കെ അവർ ഇഷ്ടം, ഈ ലോകത്ത് ഏത് രീതിയിൽ കാശുണ്ടാക്കാൻ എല്ലാവിധ സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിലുണ്ട്, അവരത് ചെയ്തോട്ടെ. എടോ അതല്ല, എൻ്റെ മകൻ ഇതുപോലെ തന്നെ 13 വയസ്സുകാരൻ ഇങ്ങനെ സംഭവം കണ്ടായിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ ഇത് പൈസ എടുത്തവൻ ഇങ്ങനെ ഒരാളുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വീഡിയോ കണ്ടു. ഒന്ന് ഓർത്തുകൂടെ എൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാത്തൊരു ഇതൊരു നൊമ്പരെ. കാര്യം നമ്മുടെ മക്കളൊക്കെ ഉണ്ട്, പലരും മക്കളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു കുട്ടിയോട് ഞാൻ ഇതിന് ചെയ്ത് ചർച്ച ചെയ്ത് വേറെ ആളെൻ്റെ അടുത്ത് പറഞ്ഞത്, ആ കുട്ടി പറഞ്ഞത് എൻ്റെ ക്ലാസ് ടീച്ചർ, എൻ്റെ അടുത്തുള്ളൊരു ഇന്ന ആൾ, അവരെ കാണുന്ന പോലെ എനിക്ക് ഇവരെ കാണാൻ തോന്നുന്നു, അല്ലെ തോന്നുന്നു. അപ്പോൾ അവരെ കുറിച്ച് കൂടുതൽ കാണാൻ വേണ്ടി ഞാൻ പൈസ ഒപ്പിച്ച് സബ്സ്ക്രിപ്ഷൻ എടുത്തു. 13 വയസ്സാണ് അത് പറഞ്ഞത്. അതായത് 13 വയസ്സുള്ള കുട്ടികൾ പോലും ഇന്ന് സബ്സ്ക്രിപ്ഷൻ കണ്ടന്റുകൾ കാണാൻ വേണ്ടി അതിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണ്. ഇദ്ദേഹം പറഞ്ഞ പ്രകാരം ആ കുട്ടിയുടെ ടീച്ചേഴ്സിനെ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അടുത്തുള്ള ആൾക്കാരെ, ആ കുട്ടിയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്ത്രീകളെ, അവരെ കാണുന്നത് ഇവരിലൂടെയാണ്, ഇവരുടെ ശരീര പ്രദർശനത്തിലൂടെയാണ് ഈ കുട്ടികളെല്ലാം അവരെ മെൻ്റലി ചിത്രീകരിക്കുന്നത്. ഇങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ കുട്ടികളിലേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. മുതിർന്നവരുടെ കാര്യം വിട്ടേക്ക്, ഈ ഫ്രസ്ട്രേഷൻ കാരണം ആൾക്കാർ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്ന് പറയാം. പക്ഷെ കുട്ടികളോ, അവരിതിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടീനേജ് എന്ന് പറയുന്നത് ഏത് ലെവലിലേക്കും അവരുടെ മൈൻഡ് മാറാവുന്ന പ്രായമാണ്. നമ്മൾ പറയുമ്പോൾ സദാചാരവാദി അമ്മാവൻ വന്നിരുന്നു പറയുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും പല ആൾക്കാർക്കും. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സംഭവത്തെ വെള്ളപൂശുന്ന, സാധൂകരിക്കുന്ന ആൾക്കാർക്ക് അങ്ങ് തോന്നുമായിരിക്കും. അവരവിടെ ചെയ്യുന്നതിന് നമുക്കെന്താ പ്രശ്നം, നിങ്ങൾക്കെന്താ കുഴപ്പം, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ ഇന്ന് പല പാരൻസിൻ്റെയും കൺസേൺ എന്ന് പറയുന്നത് ഇത്തരം പരിപാടികളിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താം, ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ. എൻ്റെ ചേച്ചി ചെയ്യുന്നൊരു പരിഹാര മാർഗ്ഗമാണ്. അതായത് ചേച്ചിയുടെ ഫോണാണ് മോൾക്കായാലും മോനായാലും പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. പഠിത്തം കഴിഞ്ഞാൽ ഫോൺ തിരിച്ചു മേടിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പഠിത്തം കഴിഞ്ഞാൽ ചേച്ചിക്ക് ആ ഫോൺ ചെക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഇവർ സെർച്ച് ചെയ്തിട്ടുള്ളത്, ഇവരുടെ സെർച്ച് ഹിസ്റ്ററി എന്തൊക്കെയാണ്, ആ ഫോണിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് ഇവർ എന്തൊക്കെയാണ് നോക്കിയിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു വഴിയിൽ ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്.
രണ്ടാമത്തത്, ഇന്നത്തെ പാരൻസ് ഒട്ടുമുക്കാൽ ആൾക്കാരും കുട്ടികൾക്ക് ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ കുട്ടികളുടെ ഫോൺ വാങ്ങി ചെക്ക് ചെയ്യുക. ഇവർ ആരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഇവരെന്തൊക്കെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ളത്, ഇവരുടെ സെർച്ച് ഹിസ്റ്ററി എന്തൊക്കെയാണ്, മറ്റു കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫോൺ കുട്ടികൾക്ക് കൊടുക്കുക. എല്ലാ ദിവസവും ചെക്ക് ചെയ്യുക. ഇങ്ങനെ മാത്രമേ കുട്ടികൾ ഇതിലേക്ക് പോകുന്നതിനെ നമുക്കൊരു പരിധിവരെ തടയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ പറയുന്ന തുണിയടിച്ചാടുന്ന ടീമുകളൊന്നും ഇത് നിർത്താൻ പോകുന്നില്ല. കാരണം അവർക്ക് മേനി അനങ്ങാതെ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണത്. ശരീരം കാണിക്കുക, മാസം ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ അക്കൗണ്ടിലേക്ക് വരിക. ഇപ്പം ഈ പർപ്പിൾ എന്ന് പറയുന്ന ലേഡി അശ്വിനിയുടെ അക്കൗണ്ട് ബാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അടിച്ചു കളഞ്ഞിട്ട് വെറും ആഴ്ചകൾ പോലും ആയിട്ടില്ല, ഒരാഴ്ച ഒന്നും ആവുന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ രണ്ടാമത്തെ അക്കൗണ്ട് തുടങ്ങിയിട്ട് 3 ദിവസം ആയിട്ടുള്ളൂ. ഇന്ന് 35,000 മേളിൽ ഫോളോവേഴ്സ് ആ അക്കൗണ്ടിലായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? എന്നാൽ അതേസമയം ഒരു പാട്ട് പാടുന്ന പ്രൊഫൈല്, ഒരു ഡാൻസ് കളിക്കുന്ന പ്രൊഫൈല്, ഒരാൾ അഭിനയിക്കുന്ന പ്രൊഫൈല്, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2000, 2500 ഒന്നും വേണ്ട. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊഫൈല്, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല്, എൻ്റെ പ്രൊഫൈലിൽ ഒരു 2500 പേരെ ആയിട്ടുള്ളൂ ഫോളോവേഴ്സ്. സങ്കടമില്ല, കാര്യം നമ്മളിടുന്ന വീഡിയോസ് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തുക മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഫോളോവേഴ്സിനെ കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങിയതല്ലത്. പറഞ്ഞു വന്ന കാര്യത്രേ ഉള്ളൂ, നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവരത് നിർത്തിയിട്ട് ഇവരെ നന്നാക്കാം അല്ലെങ്കിൽ ഇവരെ പിടിച്ചു നിർത്താം എന്നൊന്നും വിചാരിച്ചാൽ ഇന്നത്തെ കാലത്ത് നടപടിയാവാൻ തോന്നുന്നില്ല. കാരണം ഇന്ന് ഒരുപാട് പേര്, 1-2 ആൾക്കാരല്ല, ഒരുപാട് പേര് ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയിലൂടെ കാശ് ഉണ്ടാക്കുന്നുണ്ട്. അത് 25 വയസ്സുള്ള ആൾക്കാരും, കുറേ പേര് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിലൂടെ ആണെങ്കിൽ കുറേ പേര് മറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളാണ്. അവിടെ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെയും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പ്രൈവറ്റ് പാർട്ട് കാണിക്കാൻ പാടില്ല എന്നൊരു റെസ്ട്രിക്ഷനുകളുണ്ട്. എന്നാൽ മറ്റു പല പ്ലാറ്റ്ഫോമിലും അങ്ങനെ ഇല്ലെന്നാണ് അറിയുന്നത്. ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്, ഞാൻ എൻ്റെ പേരൊന്നും പറയുന്നില്ല, അങ്ങനെ ഒരു പ്രൊമോഷൻ ആ കുട്ടിക്ക് കൊടുക്കുന്നുമില്ല. ആ പെൺകുട്ടി മുഖം മറച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്തിട്ട് കുട്ടി അതിൻ്റെ എൻഡിൽ പറയും, ബാക്കി കാണാൻ ആപ്പിലേക്ക് വരൂ. ഇൻസ്റ്റാഗ്രാമിലല്ല, സബ്സ്ക്രിപ്ഷൻ അല്ല, വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അവിടേക്ക് പോയിട്ട് അവിടെ കാശ് കൊടുക്കണം. അവിടെ ചിലപ്പം എന്തൊക്കെയാണ് കാണിക്കണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇതിൻ്റെ എക്സ്ട്രീം വേർഷൻ ആയിരിക്കും അവിടെ കാണിക്കുന്നത്. മുഖം മാസ്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആളാരെന്ന് അറിയത്തില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പെൺകുട്ടികൾ എത്രമാത്രം അധപ്പതിച്ചു എന്ന്. സബ്സ്ക്രിപ്ഷൻ എന്ന വാക്ക് ഇന്ന് ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷനിലൂടെ കാശുണ്ടാക്കുന്നുണ്ട്, നല്ല രീതിയിൽ അവരുടെ ടാലന്റ് കാണിച്ചുകൊണ്ട്. ടാലന്റ് ഇൻ ദ സെൻസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ടീച്ചേഴ്സ് ആണെങ്കിൽ പഠിപ്പിച്ചുകൊണ്ട് പൈസ മേടിച്ച് പഠിപ്പിക്കുന്നു. അതുപോലെ ആർട്ടിസ്റ്റുകളാണെങ്കിൽ ചിത്രം വരച്ച് ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട്, പാട്ടുകാരാണെങ്കിൽ പുറത്ത് പാടാത്ത പാട്ടുകൾ അവർ അവിടെ പാടിയിട്ട് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പാടി കാശുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിനൊക്കെ വേണ്ടി മെറ്റ പ്രൊവൈഡ് ചെയ്തൊരു പ്ലാറ്റ്ഫോമിനെ ഇന്ന് തുണി അഴിച്ചാടാൻ വേണ്ടി നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നു. എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. എനിക്ക് മെറ്റ തന്ന റൈറ്റ് ആണത്. മെറ്റ തന്ന ഒരിക്കലും തുണി അഴിച്ചാടാൻ വേണ്ടി അല്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കാൻ തന്ന ഒരു ഫീച്ചറിനെ ഇത്രയും നാശമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കുട്ടികൾ ചാടാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. നമ്മുടെ മക്കളാണ്, നമ്മുടെ മക്കൾ എങ്ങനെ പോകണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അല്ലാണ്ട് ഇവരുടെ ഇത് നിർത്തിയിട്ട് അവരെ നന്നാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇനി ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആർട്ടിസ്റ്റ് പ്രിയങ്ക പണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് എല്ലാ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ്. അതിനകത്തൊരു പർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ച് പ്രിയങ്ക സംസാരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചാൾ മുൻപ് സംസാരിച്ചതാണ്. ഈ സംസാരത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ സംസാരം ഒന്ന് കേട്ടു നോക്കാം. അനാവശ്യമായിട്ടുള്ള കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. ചേച്ചിക്ക് അതിനെക്കുറിച്ച് എന്താണ്? ഇത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണോ? സ്ത്രീകളെല്ലാവരും നല്ലവരാണെന്നല്ല, ചിലവർ മോശമായിട്ടുള്ളവരുണ്ട്, ചിലവരും നല്ലവരുമുണ്ട്. അപ്പോൾ അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്? ഇതൊന്നും അവരുടെ ആരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല. രേണു സുധി എന്ന് പറയുന്ന കുട്ടി ചെയ്യുന്ന വീൽസും അതും ഇതൊക്കെ നമ്മളൊക്കെ കാണുന്നത് തന്നെയാണ്. അവരവരുടെ വഴിക്ക് വിട്. പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. അവരിപ്പോൾ എന്താ അവസ്ഥയിലായി? ആരുടെ മുമ്പിൽ കൈ നീട്ടാതെയും വേറെ രീതിയിലും പോവാതെ അവർ കാശുണ്ടാക്കി ഓരോ റീൽസും ചെയ്ത് കാശുണ്ടാക്കുന്നത് നമുക്കെന്താ എതിരഭിപ്രായം? അവരവരുടെ പാട്ടിന് വിട്. അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യട്ടെ. ഞാൻ ചെയ്യുന്ന നിലപാട് ഞാൻ നടക്കും. ഇതൊക്കെ നമ്മൾ വ്യക്തിപരമായ ഒരു അഭിപ്രായങ്ങളാണ്. അതൊന്നും ആർക്കും തടസ്സം നിൽക്കാൻ യാതൊരു അധികാരവും ആർക്കും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിയങ്ക എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് കുറച്ച് നാൾ മുൻപ് സംസാരിച്ച രീതി. അതായത് അവരവരുടെ വഴിക്ക് വിട്. നമ്മളും അങ്ങനെ വിട്ടിട്ടുണ്ട് പണ്ട്. അതായത് ഇവർ ഈ പറയുന്ന നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്തും അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ, അവരെങ്ങനെ വിമർശിച്ച് ഇല്ലാണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷെ പോകെ ഇവരുടെ സംസാരത്തിലായിക്കോട്ടെ, ഇവരുടെ പ്രവർത്തികളിലായിക്കോട്ടെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇവർക്കെതിരെ സംസാരിക്കേണ്ടി വന്നത്. ഇനി ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സബ്സ്ക്രിപ്ഷനിലേക്ക് വന്നതോടുകൂടി ഇവരുടെ മകൻ പോലും ഇവർക്കെതിരെ തിരിഞ്ഞു. നമ്മളെല്ലാം അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ വിഷയങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇതേ പ്രിയങ്ക ഇപ്പൊ എന്താണ് ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്നത്, നമുക്ക് അതൊന്ന് കേട്ടു. പക്ഷേ ഒരു ഞാൻ പറഞ്ഞോട്ടെ, ആ രേണു സുധീരനെ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു 100 രൂപ പോലും സമയത്ത് 100 പോലും എടുക്കാനില്ലാത്ത സമയത്ത് മോന്റെ ഇതൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സാന്ന് പറയുന്നത്. എനിക്കിതൊന്നും അറിയില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കുറച്ച് സ്വരൂപിച്ച് ഉണ്ടാക്കിയപ്പോ നമ്മൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്, പരസ്യമായിട്ട്. അപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നതിന് കുറച്ചെങ്കിലും മറുപടി കൊടുക്കണം. ഈ ജനങ്ങളെ കാണിക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ വെറുതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്ന് ചൂട്ട് ചെയ്ത് പൈസ കിട്ടുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ഫാമിലിയും കൂടെ അറ്റാച്ച് ചെയ്യണമായിരുന്നു. മക്കളെയും കൊണ്ടുവന്ന് സംസാരിക്കുകയോ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അയ്യോ അമ്മ എന്താ ഇങ്ങനെ നടക്കണേ എന്നുള്ള ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, കുറ്റമല്ല, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അല്ല ഈ മക്കളോട്, ഈ വളർന്നു വന്ന മോനോട് അവന്റെ കൂട്ടുകാരന്മാരൊക്കെ ചോദിക്കുന്നുണ്ടാവും. നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ ഇപ്പം പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ തന്നെ തുടങ്ങിയപ്പം ഈ ഒരു ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് പേരാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. എന്തുകൊണ്ടാ? കാരണം ഇവിടെ കാണിക്കുന്നതല്ല അതിനകത്ത് വേറെ കാണിക്കുന്നത്. അപ്പൊ ആൾക്കാർ അത് കയറി നോക്കാൻ വേണ്ടി അല്ല, പുള്ളിക്കാരി ഇപ്പൊ നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒരു നോർമൽ ഒരു ആക്ട്രസ് ആയിക്കോട്ടെ, പക്ഷെ കുറച്ച് ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാള് ഒരു സബ്സ്ക്രിപ്ഷൻ ഇട്ടാൽ പോലും എന്ത് കണ്ടന്റ് ഇട്ടാലും അത് കയറി നോക്കിയാലല്ലേ ആ കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്കറിയൂ. പക്ഷെ പുള്ളിക്കാരിയുടെ ആ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നത്. ആയിക്കോട്ടെ, കഷ്ടപ്പെട്ടിട്ട് അന്നിരുന്നേക്കാളും ലെവൽ ഇപ്പൊ ഇത്തിരി പൊസിഷൻ ആയോ? അതെ അതെ. 100 രൂപ ആരെയും കൈ നീട്ടണ്ടല്ലോ, വേണ്ടല്ലോ. മക്കളുണ്ടല്ലോ, 2 ആൺപിള്ളേര്. മക്കൾക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിത് തുടങ്ങി, ഞാനിപ്പോ ഇരിക്കുന്ന പോലെയല്ല, ഞാൻ കുറച്ച് മാറി ഒന്ന് അപ്പുറത്തോട്ട് പോയി നോക്കിയേ, എനിക്ക് ഇഷ്ടംപോലെ സാമ്പത്തിക ഇപ്പുറത്ത് വന്നുകൊണ്ടേയിരിക്കും ഇല്ലേ? ഞാൻ എന്താ ചെയ്യാത്ത? എന്റെ മോന് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു, എന്റെ മോൻ വളർന്നു വരുന്നു, ഞാൻ ഒരമ്മയാണ്. അപ്പൊ ആ ഒരു ചിന്ത എന്നും എല്ലാവരുടെ മനസ്സിലും വേണം. ഞാനിപ്പോ രേണു അങ്ങനെ കാണിച്ചിട്ട് കാശുണ്ടാക്കി എന്നല്ല ഞാൻ പറയണത്. ഇതിനകത്ത് പ്രിയങ്ക പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളോടും, പ്രിയങ്കയുടെ സാധാരണ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് പറയാറുണ്ട്, എല്ലാ സ്റ്റേറ്റ്മെന്റ്സുകളോടും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം അവർ പറയുന്നത് റെലവൻറ്റ് പോയിന്റ് ആണ്. കാരണം മക്കളുണ്ട്, മക്കൾക്ക് നാളെ സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. അതിപ്പോൾ ഈ രേഷ്മ പി തങ്കച്ചിന്റെ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഒരു പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരും, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, ഇവർക്ക് എല്ലാവർക്കും മക്കളുള്ളവരാണ്. ഭർത്താക്കന്മാരുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഭർത്താക്കന്മാരുടെ സപ്പോർട്ടോടുകൂടി ഭർത്താക്കന്മാർ പ്രൊഫൈൽ മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഭർത്താക്കന്മാരുടെ സമ്മതത്തോട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, ചിന്തിക്കേണ്ട ഒരു കാര്യം, മുൻപുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, നാളെ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവർ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കേണ്ടതാണ്, അവർക്ക് പഠിക്കാൻ പോകേണ്ടതാണ്, സ്കൂളിൽ പോകേണ്ടതാണ്, കോളേജിൽ പോകേണ്ടതാണ്. നാളെ നിന്റെ അമ്മ ഇങ്ങനെ നടക്കുന്ന കണ്ടല്ലോ, നിന്റെ അമ്മയുടെ ഇന്ന പാർട്ട് കണ്ടല്ലോ, നിന്റെ അമ്മ ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടല്ലോ, നിന്റെ അമ്മ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന കണ്ടല്ലോ എന്നൊക്കെ ഇവരുടെ കൂട്ടുകാരും ഇവരുടെ നാട്ടുകാരും ഈ മക്കളോട് ചോദിക്കുന്ന, പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തല കുനിയാതെ മക്കൾക്ക് നടക്കാൻ പറ്റില്ല. എഴുതി വെച്ചോ, നാളെ ഏറ്റവും കൂടുതൽ നടക്കാൻ പോകുന്നത് ഇതിന്റെ പേരിലായിരിക്കും. അപമാനിക്കപ്പെട്ട് തലകുനിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു സൊസൈറ്റിയാണ് ഈ അമ്മമാരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു സംശയവും വേണ്ട. പറയുന്ന പേരെന്താണ്? മക്കളെ വളർത്താൻ വേണ്ടി, മക്കളെ എന്താ പറയുക, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ രേഷ്മ പി തങ്കച്ചിന്റെ കാര്യം എടുത്ത് നോക്ക്. കൊല്ലം സുധി മരിച്ച സമയത്തായിരുന്നു ഇവർ ഈ പരിപാടിക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഇത്രയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വരില്ല. കാരണം അന്ന് ജീവിക്കാൻ വകയില്ലായിരുന്നു. അന്ന് ചെയ്യാത്തൊരു കാര്യം ഇന്ന് അത്യാവശ്യം വരുമാനവും അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യവും ഒക്കെ ഉള്ളപ്പോൾ വാടക കൊടുക്കണ്ട, വീട്ടിലെ സാധനങ്ങൾ മേടിക്കുക, വീട്ടുകാരെ നോക്കുക, വീട്ടുകാര്യങ്ങൾ നോക്കുക തുടങ്ങിയ ചിലവുകൾ മാത്രമേ ഇവർക്കുള്ളൂ. ആ ഇളയ കുട്ടിയെ പഠിപ്പിക്കണം, ഈ ചിലവുകൾ മാത്രമാണുള്ളത്. ഇതിനു വേണ്ടി തുണി അഴിച്ച് കാണിക്കുക, അല്ലെങ്കിൽ എൻ്റെ അവിടെ കാണിക്കുക, ഇവിടെ കാണിക്കുക, അങ്ങനെ കാശുണ്ടാക്കേണ്ട യാതൊരു സാഹചര്യവും ഇന്ന് അവർക്കില്ല. ഇപ്പോൾ അവരിറങ്ങിയിട്ട് നാളെ ഈ കുട്ടികളെ സമൂഹത്തിന് മുന്നിൽ തല കുനിപ്പിക്കുന്നതിനെയാണ് സൊസൈറ്റി എതിർക്കുന്നത്. അല്ലാണ്ട് രേഷ്മ പി തങ്കച്ചനോട് യാതൊരു വ്യക്തിവൈരാഗ്യമില്ല, ഒരാൾക്കുമില്ല, ആർക്കുമില്ല. അവരുടെ ഈ പ്രവർത്തികൾ, ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനോട് മാത്രമേ എതിർപ്പുള്ളൂ. അതിന് ഇവരെ വെള്ളപൂശുന്ന കുറേ ടീമുകളുണ്ട്. അവളാണോ ആദ്യം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്? അത് ഇവരും വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനാണോ ആദ്യം തുടങ്ങിയത്? കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഡാനിക്കും അതിന് അഗേൻസ്റ്റ് ചെയ്തൊരു വീഡിയോയ്ക്കാൻ തോന്നുന്നു. ഞാനാണോ ആദ്യം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്? ആരാദ്യം തുടങ്ങിയെന്നുള്ളതല്ല വിഷയം, നിങ്ങൾ തുടങ്ങിയത് എന്താണ്? അങ്ങനെ പറയുവാണെങ്കിൽ, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് ഒരു പയ്യനെ തല്ലിക്കൊന്നു. ലോകത്ത് ആദ്യമായിട്ട് തല്ലിക്കൊല്ലുന്ന ആ 2 പേരാണോ? അല്ലല്ലോ. പക്ഷേ തെറ്റ് തന്നെയല്ലേ? ചെയ്തത് തെറ്റാണ്, തെറ്റിനെ ന്യായീകരിക്കരുത്. ഇനി സുഹൃത്തുക്കളുടെ കാര്യം, നല്ല സുഹൃത്തുക്കൾ എപ്പോഴും നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരായിരിക്കണം. അല്ലാണ്ട് എന്ത് തോന്നിവാസം കാണിച്ചാലും നീ ചെയ്യുന്നത് ശരിയാണ്, അത് ഇവരുടെ കാര്യം മാത്രമല്ല കേട്ടോ, മറ്റ് പല സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം കൂട്ടുകാരും ഉണ്ടാവുമല്ലോ. പറഞ്ഞു കൊടുക്കണം, നീ ചെയ്യുന്നത് ശരിയല്ല, നിന്റെ കുട്ടികൾ നാളെ വളർന്നു വരികയാണ്, അവരുടെ ഭാവി നോക്കണം, അവർ നാളെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരരുത്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം കൂട്ടുകാർ. അല്ലാണ്ട് എന്ത് തോന്നിവാസം കാണിച്ചാലും, എന്ത് തറ പരിപാടി കാണിച്ചാലും അതിനെയൊക്കെ ന്യായീകരിച്ച് ഇവരെ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് വിടുക അല്ല വേണ്ടത്. തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയ്. അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ നടക്കുന്ന ആൾക്കാരായിരിക്കണം. ഈ പറഞ്ഞ പോലെ തുണി അഴിച്ച് കാണിച്ച് പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരായിരിക്കണം. നിങ്ങൾ മാന്യത ചമഞ്ഞ് നടക്കുകയും നിങ്ങളുടെ കൂട്ടുകാർ തോന്നിവാസം കാണിക്കുന്നതിനെ സാധൂകരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ആ അവരുടെ മക്കളെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളായിട്ട് കാണുന്നില്ല? ആ സ്ഥാനത്ത് നിങ്ങളുടെ മക്കളായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണിക്കുമോ? നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? എന്താ ചിന്തിക്കുന്നില്ല? അല്ല, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, കാരണം തലയ്ക്ക് ആൾതാമസമുള്ളവരുടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അതില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ, ഇതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം. എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാരോടും അച്ഛന്മാരോടും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ടേക്ക് കെയർ ചെയ്യുക. നിങ്ങളുടെ മക്കൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ അവരോട് പറയുക, ഇന്ന കാര്യങ്ങൾ അതിനകത്ത് നോക്കണം, ഇന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ പോകരുത്, ഞാൻ ഫോൺ ചെക്ക് ചെയ്യും. എന്നിട്ട് ഈ അവരുടെ ഉപയോഗം കഴിയുമ്പോഴേക്കും ഫോൺ എന്ത് ചെയ്യുക, വാങ്ങിച്ച് നിങ്ങൾ ആ ചാറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ആ ഫോണിനകത്ത് അവർ എവിടേക്ക് കയറിയിട്ടുണ്ടോ അവിടെ എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുക. കഴിയുന്നതും ഒരു 18 വയസ്സാവുന്നവരെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക, ഫോൺ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. നമ്മളൊക്കെ സ്കൂളിൽ ഫോൺ കൊണ്ട് വേണം പഠിച്ചത്. അപ്പോൾ ചോദിക്കും, നമ്മുടെ കാലമല്ലല്ലോ ഇപ്പോഴും സ്കൂളിൽ ഫോൺ കൊണ്ടുപോകാതെ പഠിക്കുന്ന പിള്ളേരുണ്ട് ഇല്ലേ? നിങ്ങളുടെ എത്ര പേരുടെ മക്കളുടെ ഫോണുണ്ട്? നിങ്ങളുടെ എത്ര പേരുടെ മക്കളുടെ ഫോണുണ്ട്? അപ്പം ഫോണില്ലാതെയും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പറ്റായികൊന്നുമില്ല.
ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോകാൻ പറയുക. വീട്ടിൽ വെച്ചുള്ള ഉപയോഗങ്ങൾ മതി, നിങ്ങളുടെ മുന്നിൽ വെച്ചുള്ള ഉപയോഗങ്ങൾ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ കിട്ടുന്ന ലെവലുള്ള ഉപയോഗങ്ങൾ മതി അവർക്ക് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ ഒന്നും ഉടനെ നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ആൾക്കാരുടെ വീഡിയോസ് കാണുന്നു, അവരുടെ അക്കൗണ്ട് ബാൻ ചെയ്തു, ഇവരുടെ അക്കൗണ്ട് ബാൻ ചെയ്തു. ഞാനൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴും ആ അക്കൗണ്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ പോവും. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക, നിങ്ങൾ സംരക്ഷിക്കുക. ഇത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. സോ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.